ഞാനിങ്ങനെ കോൺഗ്രസിൻ്റെ വേദിയിൽ പോകുന്നു, ഒരു കമൻറ്റ് സതീശനോടൊപ്പം എന്നെ ചിരിക്കുന്നു, ഒരു കമൻറ്റാണ്. എൻ്റെ ഫേസ്ബുക്കിൽ വന്ന എൻ്റെ ഫേസ്ബുക്കിൽ കയറി അവിടെ നാറ്റുകയാണ്. അവിടെ ഫേസ്ബുക്കിലല്ല എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ മീറ്റിങ്ങിന് പോകുന്നു. ഞാൻ അവിടെ സംഘടനാ മീറ്റിങ്ങിനൊന്നും പോയിട്ടില്ല, പോകേണ്ട കാര്യമില്ല, അവരെന്നെ വിളിക്കത്തില്ല, ഞാനിട്ട് പോകത്തില്ല. ഇത് കോൺഗ്രസിൻ്റെ അല്ലല്ലോ. 2 പരിപാടിക്കാണ് ആകെ കൂടി പോയിട്ടുള്ളത്, അല്ലെ 3 പറയാം. പണ്ട് ഇവിടെ ഒരു പുസ്തക പ്രകാശനത്തിന് വന്നു, അതുകൂടെ കൂട്ടിയാൽ 3. 2 ഒന്നിവിടെ ശ്രീനാരായണ ഗുരുവും നമ്മുടെ മഹാത്മാഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ച, അതിൻ്റെ വാർഷികത്തിലൊരു പ്രസ് മീറ്റിംഗ് എന്നെ വിളിച്ചു, അതുണ്ടായിരുന്നത്. അതിലാണ് സതീശൻ്റെ കൂടുതൽ ചിരിക്കണമെന്ന് പറഞ്ഞത് വന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ സെയിൻറ്റ് ജോസഫ് കോളേജ് ഉണ്ട് അവിടെ, ഗവൺമെൻറ് സ്ക്വയർ, അതിനടുത്തൊരു ഹാളിൽ KPCയുടെ സാഹിത്യവിദ്യ, KPC നേരിട്ട് നടത്തുകയല്ല, രാഷ്ട്രീയവും സംസ്കാര വിഷയത്തിൻ്റെ സെമിനാറാണത്. അവിടെ പങ്കെടുത്ത് ഞാൻ അടിയന്തരാവസ്ഥക്കെതിരായി സംസാരിച്ചു. പഴയ കാലമൊന്നുമല്ല, ഒരു പുറത്തെ കമ്മ്യൂണിസ്റ്റ് വിരോധമൊന്നും സാധാരണ കോൺഗ്രസ്സുകാരിലൊന്നും ഇല്ല. നിങ്ങളിലൊന്നും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഇല്ല. ആ കാലം കടുത്തൊരു കോൺഗ്രസ് വിരോധം ഉണ്ടാവേണ്ട കാര്യമില്ല. ഇവിടെ കേരളത്തിൽ UDF LDF തമ്മിൽ പോരാടുന്ന 2 പ്രസ്ഥാനങ്ങളാണ്. അത് തമ്മിൽ ഐഡിയോളജിക്കലായിട്ടോ രാഷ്ട്രീയമായിട്ടോ കോംപ്രമൈസ് ചെയ്യാൻ പ്രയാസമാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നു, 2 കൂട്ടർക്കും പ്രയാസമാണ്. പക്ഷേ ഇന്ത്യയിലെ മറ്റെല്ലാ സ്റ്റേറ്റിലും നമ്മൾ ഒരുമിച്ചാണ്. തമിഴ്നാട്ടിൽ ഒരുമിച്ചാണ്. CPIക്ക് 2 MLA മാർ, നമുക്ക് 2 MLA മാർ, കോൺഗ്രസിന് 3-4. DMK ആണ് അവിടെ മെയിൻ. ഒരുമിച്ച് ഇതാണ് കിട്ടിയത്. രാജസ്ഥാനിൽ CPIഎമ്മിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്, എന്നാലും ജയിച്ചപ്പോൾ അവിടെ കോൺഗ്രസ് മുന്നണിയിലാണ്. ബംഗാളിൽ കോൺഗ്രസും CPIഎമ്മും തമ്മിൽ ഐക്യമായിരുന്നു. ഒറ്റ സീറ്റ് നമുക്ക് കിട്ടിയത്, 2 സീറ്റ് കോൺഗ്രസിന് കിട്ടി. എത്ര പേരെയാണ് കൊന്നത്? ശാത്തപരിഷത്തുകാർ 1800 പേരെ, CPIഎംകാരെ. ഞങ്ങൾ SFIയിലൊക്കെ ഉള്ളപ്പോൾ അവിടെ പോകുമ്പോൾ സൂക്ഷിച്ച് ഞങ്ങളുടെ കൂടെ വളണ്ടിയേഴ്സ് വരും. ബോംബ് എപ്പോഴാണ് വീഴുന്ന അറിയാനൊക്കത്തില്ല, അങ്ങനെയായിരുന്നു. അതൊക്കെ കാലം. ഇപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ അടവ് വേറെയാണ്. അവിടെ CPIഎമ്മും CPIയും കോൺഗ്രസും RSPയും ഫോർവേഡ് ബ്ലോക്കും എല്ലാവരും കൂടെ ചേർന്ന് മനുഷ്യർ. കാരണം അവിടെ ഫോർവേഡ് ബ്ലോക്കിന് കാര്യമില്ല, നല്ല പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. RSPക്ക് പ്രാതിനിധ്യം ഉണ്ടായിരുന്നു, CPIഎമ്മിനുണ്ടായിരുന്നു, CPIക്ക് കുറച്ചുണ്ടായിരുന്നു. ഇപ്പോൾ രാജ്യത്തിൻ്റെ രാഷ്ട്രീയം അടവുപരമായി പലതരത്തിലാണ്, കേരളത്തിൽ വേറെ തരത്തിലാണ്. ഇതൊക്കെ മനസ്സിലാക്കണം. പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ചേർന്നപ്പോൾ ശശി തരൂരിനെ വിളിച്ച് പ്രസംഗിപ്പിച്ചു സെമിനാറിനകത്ത്, ഇല്ലേ? വിളിച്ചല്ലോ, ഞങ്ങൾ വിളിച്ച് പ്രസംഗിപ്പിച്ചില്ലേ ഇവിടെ സ്റ്റേറ്റ് സമ്മേളനത്തിൻ്റെ സെമിനാറിൽ. ഇപ്പോൾ രാഹുൽ ഗാന്ധി വോട്ട് ചോർ എന്ന് പറഞ്ഞൊരു പരിപാടി ബീഹാറിൽ നടത്തി. ആ റാലിയിൽ ബേബി പോയി പ്രസംഗിച്ചു, ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി. അവിടെ അതൊക്കെ ആവാം, തീരുമാനമാണത്. അപ്പോൾ ഈ സൈബർ പോരാളികൾ എന്ന് പറഞ്ഞ് ഒരു പാർട്ടിയും ആരെയും നിയമിച്ചിട്ടില്ല എന്നുള്ള ആദ്യം അറിയണം. ഓരോ പാർട്ടിയും സൈബർ പോരാളികളെ നിയമിച്ചിട്ടില്ല, അവർ സ്വയം അങ്ങനെ ആക്കി തീർക്കുകയാണ്. മാധ്യമങ്ങൾ അങ്ങനെ ഉണ്ടെന്നങ്ങ് വരുത്തുകയാണ്. ഞങ്ങളുടെ പാർട്ടി ഒരു സൈബർ പോരാളിയെ ഞങ്ങൾ നിയമിച്ചിട്ടില്ല. പിന്നെ ഫേസ്ബുക്കൊക്കെ ഉള്ളവരെ പാർട്ടിക്ക് അനുകൂലമായി പോസ്റ്റ് ഇടാൻ വേണ്ടി പറയും, അത്രയേ ഉള്ളൂ. സൈബർ പോരാളികൾ ഞങ്ങളുടെ പോരാളികൾ ഞങ്ങളുടെ ബ്രാഞ്ചിലെ മെമ്പർമാർ, പാർട്ടി പറഞ്ഞത് വായിച്ചു നോക്കിയാൽ മതി.